ഇപ്പോൾ തിരുവനന്തപുരത്ത് മാതൃഭൂമി സംഘടിപ്പിക്കുന്ന കാ സാഹിത്യോത്സവത്തിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ സംസാരിക്കുന്നു. പ്രത്യേക സെഷനിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. തത്സമയം ഈ മലയാള സിനിമയിൽ മണിയമ്പിള്ള രാജുവിന് ഒരു റെക്കോർഡുണ്ട്, ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊക്കെ വരേണ്ടത്. പക്ഷേ ആ പുസ്തകക്കാർക്ക് ഇങ്ങനെ ശരിക്കും മനസ്സിലായില്ല. അതായത് മലയാള സിനിമാ ലൊക്കേഷനിൽ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുള്ള പ്രൊഡ്യൂസറാണ് അദ്ദേഹം. താല്പര്യമില്ല, കൊടുക്കുന്ന ആൾ തന്നെയാണ്. അത് കൊടുക്കാറുണ്ട്. മാത്രമല്ല ഈ ചിക്കന്റെ കാലുകളൊക്കെ പറിച്ച് കീറിയിട്ട് അഭിനയിക്കാൻ സമയം കിട്ടത്തില്ല ആർട്ടിസ്റ്റിന്. അതിനെ പോലുള്ള കാലുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയല്ല, അതുകൊണ്ടല്ലേ നമ്മൾ ആദ്യ സിനിമ വന്ന കാലത്ത് ഫുഡിനൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ചിക്കൻ, മറ്റേ ബീഫ്, അല്ലാത്തവർക്ക് തൈര് സാദം, പുളിയോദര, അങ്ങനെ. പക്ഷെ ഞാൻ പടമെടുത്ത് തുടങ്ങിയ കാലം തൊട്ട് ഹീറോ 11 മണിക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കുമെങ്കിൽ യൂണിറ്റ് ബോയ്സ് വരെ കഴിച്ചിരിക്കും. അങ്ങനെ ഒരു സെറ്റ് പാടില്ല. കിട്ടുന്ന പൈസകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും, അവനവന്റെ ജോലിക്കും സ്റ്റാർ ജോലിയും. പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സെറ്റിൽ ഡിസ്ക്രിമിനേഷൻ. പൈസ ഇത്തിരി കുറഞ്ഞാലും ഭക്ഷണം ഇത്തിരി കൂട്ടും, അതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. പൈസ തരാത്തവരുണ്ട് ഇവിടെ. ആണല്ലേ? ജി സുരേഷ് കുമാർ ഒരിത്തിരി ഭയപ്പാടോടെ കാണേണ്ട ഒരു മനുഷ്യനാണ്. ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല. അല്ലല്ലേ? ഓക്കെ. അല്ല, ഈ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ ഈ തിരുവനന്തപുരം ബെൽറ്റ് എന്ന് തന്നെ പറയാം. ഞാൻ ഇനിയിപ്പോൾ വേറെ വല്ലതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ടെന്ന്. അത് മാത്രമല്ല, നിങ്ങളെക്കുറിച്ചുള്ള ഈ ജി സുരേഷ് കുമാറിനെ കുറിച്ച് കുറച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാർ അത് നായന്മാരുടെ ബെൽറ്റാണെന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ടോ? അല്ല, ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ബെൽറ്റ് എല്ലാം പാറ്റി പലരും എറണാകുളത്തുനിന്ന് ബെൽറ്റ് വാങ്ങിച്ച് കെട്ടാൻ തുടങ്ങി. പലരും തിരുവനന്തപുരം ബെൽറ്റ് ഇപ്പൊ കിട്ടുന്നില്ല. കിട്ടുന്നില്ല. ഇപ്പൊ ബെൽറ്റ് മാറി ഇവിടെ ബക്കിളായി. ആണോ? ബക്കിളായി. ഓരോരുത്തരായിട്ട് തൊഴിഞ്ഞു പോയി. അപ്പൊ ഞങ്ങള് ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജാതി ചോദിച്ചല്ല ഫ്രണ്ട്ഷിപ്പിന് ഒരു ഇത് കിടക്കുന്നത്. അല്ലാതെ പ്രിയനും ഞാനും അല്ലെങ്കിൽ മോഹൻലാലും ഒക്കെ വന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി ചോദിച്ചെങ്കിൽ നമ്മളൊരു NSS കരയോഗം ഉണ്ടായിക്കളയാന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ സിനിമ. അങ്ങനെ ഒരു പരിപാടിയല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ. സിനിമയിലൊക്കെ നായന്മാരെ മാത്രമല്ല അഭിനയിപ്പിക്കും. അല്ല, എല്ലാരും. നമുക്ക് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. എന്റെ പേരിന്റെ പുറത്ത് ഞങ്ങളുടെ ഒന്നും പേരിന്റെ പുറകിൽ വാലൊന്നും വെച്ചിട്ടില്ലല്ലോ. സുരേഷ് കുമാറിന്റെ അത് തന്നെ ഒന്നുമില്ലല്ലോ. അത് ചില സൂത്രപ്പണിയുള്ള നായന്മാർ. അല്ല, സിനിമയിൽ സൂത്രപ്പണിയാണ്. സിനിമയിൽ അങ്ങനെ ജാതിയില്ല. കാരണം മോഹൻലാലിനെ കൊണ്ടുവന്നത് ഫാസിലാണ്, മമ്മൂട്ടിയെ കൊണ്ടുവന്നത് MT വാസുദേവൻ. അതിൽ തന്നെ അറിഞ്ഞു. മണിയമ്പിള്ള നായന്മാര് തന്നെ 2 ഇനമുണ്ട്. അല്ലല്ല, ഒരുപാടുണ്ട്. അതില് 2 ഇനം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചറിയോ, അതിൽ ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള നായന്മാരുണ്ട്. അവർക്ക് ചെവി കൂടെ ഉണ്ടാവും. ഉണ്ടാവും. അതില്ല, സുരക്ഷിക്കില്ല, പ്രിയത്തിക്കില്ല. മണിയമ്പിള്ള കൊണ്ടുവന്ന് എനിക്ക് അറിയത്തില്ല. മറ്റേ നായന്മാര് ചെവിയിൽ രോമരഹിതരാണെങ്കിൽ അവര് സാധാരണ നായന്മാരാണ്. ഇത് നമുക്ക് പറ്റിപ്പോയതാണ്. വന്നു ചേർന്നവരൊക്കെ പിന്നെയാണ് മനസ്സിലാക്കുന്നത് ഇവരൊക്കെ നായന്മാരെ പോയത്. ഉടനെ ബാക്കിയുള്ളവരൊക്കെ പറയാൻ തുടങ്ങി ഇവന്മാരെല്ലാം നായന്മാരുടെ ഒരു ഗ്രൂപ്പാണ്, അങ്ങനെയാണെന്ന് ഒരു ഭയങ്കര പേര്. അയ്യോ, അങ്ങനെ ഒരു ചീത്തപ്പേര് മൊത്തം പിടിച്ചു വാങ്ങിച്ചു മലയാളം. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പ്രിയഞ്ചി കിട്ടിയ ഒരു ഭാഗ്യം എന്തറിയോ, നിങ്ങളുടെ പേര് പോലെ പ്രിയഞ്ചിയുടെ ജാതി മതമൊന്നും ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു, നിങ്ങൾ വിട്ടു. അതെങ്ങനെ പറ്റും? നിങ്ങൾ വിട്ടുപോയി. അഥവാ ആർക്കും അറിയത്തില്ലേ, പുള്ളി എന്നെ പറഞ്ഞ് പ്രശസ്തമാക്കുമെന്ന്. അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ വെറുതെ പറഞ്ഞപ്പാ നിങ്ങൾ മൂടപ്പാവുണ്ട. ഇല്ല, നിങ്ങൾ NS ജനറൽ സെക്രട്ടറി ഒന്നുമല്ല എപ്പോഴും നായരെന്ന് പറയും. പറഞ്ഞു. അപ്പൊ ഞങ്ങളൊക്കെ കൂടി ഇവിടെ കൂടി അങ്ങനെ എല്ലാരും ഒരുമിച്ച് കൂടി കഴിഞ്ഞ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ കുറെ പേര് ഇവിടുന്ന് പോയി എറണാകുളത്ത് പോയി സെറ്റിൽ ചെയ്തതാ. ഇപ്പൊ പ്രിയനും ഇവിടുന്ന് ഉണ്ടായിരുന്ന വീടും വിറ്റിട്ട് പ്രിയനും പോവുകയാണ്. ഇനി പോന്നോ? പ്രിയം വിടത്തില്ല. അല്ലല്ല, ഓരോരുത്തരായിട്ട് പോയി അവസാനം ഒരാളും കൂടെ പോവുകയാണ് ഇപ്പം. അല്ല, എന്തോ സുരേഷ് അതിന്റെ രഹസ്യം? ഞാൻ എപ്പോഴും എറണാകുളത്ത് ഇരുന്നുകൊണ്ട് ആലോചിച്ചു. ഞാൻ ഒരുപാട് കൊല്ലം തിരുവനന്തപുരത്ത് തന്നെ വളർന്ന ഒരാളാണ്. കാര്യം നമുക്ക് ശരിക്കും ISR കൂടെ ഉള്ളതുകൊണ്ടല്ല നമ്മളിവിടെ തിരുവനന്തപുരത്ത് വളർന്നത്. ഇവിടെ രസമോ ആ കൂടെ എന്ന് വെച്ചാൽ മാത്രമല്ല, നടക്കുമ്പോൾ നമ്മൾ ഈ രാജഭരണത്തിന്റെ കീഴിൽ ജീവിച്ചുകൊണ്ടാകുന്നത് നമുക്കൊരു വിധേയത്വമുണ്ട്. ഒരാളെ കണ്ടു നമ്മൾ ഇങ്ങനെയല്ല പറയുന്നത്, നമസ്കാരം എന്നേ പറയും. നമുക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ഈ തിരുവനന്തപുരത്തുള്ള ആളുകളൊക്കെ ഒന്നൊന്നായിട്ട് കുഴിഞ്ഞു പോകുന്നത് വളരെ ആശങ്കപ്പെടുന്ന കാര്യമാണ്. അല്ല, നിങ്ങൾ പബ്ലിക്കായിട്ട് പ്ലേസ് ഉണ്ടാക്കി പഴയ ആൾക്കാരെ അതിജീവിക്കണം. പിന്നെ 2-3 പേര് പോയി. പൃഥ്വിരാജ് പോയി, മോഹൻലാൽ പോയി, എല്ലാരും ഇവിടെ. അല്ല, ഞാൻ ചോദിക്കാൻ വന്നതല്ല. ഈ ടെലിവിഷൻ സീരിയലുകൾ പരിപാടികളെല്ലാം തിരുവനന്തപുരത്ത് നിർമ്മിക്കും. സിനിമാ താരം മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കൊച്ചി താമസിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. അപ്പൊ ആ മണിമുള്ളയൊക്കെ ഇവിടെ ഉള്ളൂ. എല്ലാവരും കൊച്ചിയിലോട്ട് താമസം മാറ്റി. അപ്പം പ്രിയദർശനെ പോലുള്ള ആൾക്കാരുടെ കൊച്ചി കയറിയാലേ തിരുവനന്തപുരത്ത് പിന്നെ ആരുണ്ടാവും സാർ? അല്ല, തിരുവനന്തപുരത്തുകാര് ഇവിടെ ഉള്ളവരൊന്നും മോശക്കാരല്ലല്ലോ. തിരുവനന്തപുരം കേരളം തന്നെയല്ലേ? അപ്പം കേരളത്തിൽ ഉണ്ടാവും ഞങ്ങള്. മലയാളികൾ ആയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. തിരുവനന്തപുരം ഞങ്ങൾക്ക് താല്പര്യമില്ല കേട്ടോ.
ഞങ്ങളൊക്കെ സ്ട്രോങ് ട്രിവാൻഡ്രം അഡ്വക്കേറ്റ്സ് ആണ്, ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അല്ല, പോകുന്നവര് പോട്ടെ, അതൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ ഒക്കില്ല. അവര് പോയാലും തിരുവനന്തപുരമായിട്ട് തന്നെ കിടക്കും അവരല്ലേ ഉണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.